അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കഴിഞ്ഞ ദിവസം ലാ അന്നാഹിയ അതുപോലെ ലാ അന്നാഫിയ, നഫീൻ്റെ ലാം അതുപോലെ നഹീൻ്റെ ലാമൊക്കെയാണ് പഠിച്ചത്. ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തു. ഇന്ന് നമ്മൾ പേജ് നമ്പർ 31 വർക്കുകളാണ്, അതിൻ്റെ ബാക്കി വർക്കുകളാണ് ചെയ്യുന്നത്. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് മരം വെച്ച് പിടിപ്പിക്കുന്നതിൻ്റെയും അതുപോലെ പ്രകൃതിയുടെ പ്രാധാന്യമൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഈ പാഠഭാഗമായിട്ട് യോജിക്കുന്ന ഖുർആനിലെ സൂറത്തു നംലിലെ 60-ാമത്തെ ആയത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിലെന്താണ് പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ബിഹി ഹദായിക ദാത ബഹജതിൻ മാ കാന ലക്കും അൻ തുംബിതു ഷജറഹാ അ ഇലാഹും മഅല്ലാഹ് ബൽ ഹും ഖൗമുൻ യഅദിലൂൻ. ഇവിടെ പറയുന്നത്, അഥവാ ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വെള്ളം ചെരിഞ്ഞു തരികയും ചെയ്തവനോ, അതോ അവരുടെ ദൈവങ്ങളാണോ അല്ല അള്ളാഹു ആണോ എന്നാണ് ചോദിക്കുന്നത്. ബഹുദൈവ വിശ്വാസികളോട് പറയുന്നതാണ്. എന്നിട്ട് ആ വെള്ളം മൂലം കൗതുകമുള്ള ബഹിജത്തായ ചില തോട്ടങ്ങൾ നാം മുളപ്പിച്ചുണ്ടാക്കി തരികയും ചെയ്തു. ഫഅംബത്തിന, നാം മുളപ്പിച്ചുണ്ടാക്കുകയും ചെയ്തു. അവയിലെ വൃക്ഷങ്ങൾ മുളപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. മാ കാനലക്കും അൻ തുംബിതു ഷജറഹ അ ഇലാഹുൻ മഅ അല്ലാഹ്, അള്ളാഹുവോടൊപ്പം വേറെ വല്ല ദൈവവുമുണ്ടോ? ബൽ ഹും ഖൗമുൻ യഅദിലൂൻ, അല്ല, അവർ വ്യതിചലിച്ചു പോകുന്ന ഒരു ജനതയാകുന്നു. അത് മുശ്രിക്കീങ്ങളെ ബഹുദൈവ വിശ്വാസികളെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എന്താ ചോദ്യം? ബിമ തൻബത്തുൽ അഷ്ജാർ, എന്തുകൊണ്ടാണ്? ബിമ എന്ന് പറഞ്ഞാൽ കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല, എന്തുകൊണ്ടാണെന്നുള്ളത്, എന്ത് വസ്തു കൊണ്ടാണ് എന്നുള്ളതിനാണ് ബി മ എന്ന് പറയുന്നത്. ലിമ എന്ന് പറഞ്ഞാൽ കാരണം കണ്ടെത്താനാണ്, എന്തുകൊണ്ട്. ഇവിടെ എന്ത് വസ്തു കൊണ്ടാണ്? ബിമ തൻബത്തുൽ അഷ്ജാർ, എന്തുകൊണ്ടാണ് മുളക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിൽ പറയുന്നുണ്ട്. ബിൽ മാ ഇ എന്ന് പറയുന്നുണ്ട് അല്ലേ, വെള്ളം കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ലിമാദാ ഖലഖല്ലാഹു അൽ അഷ്ജാറ ഫിൽ അർള്, ലിമാദാ ഖലഖല്ലാഹു അൽ അഷ്ജാറ ഫിൽ അർള്, എന്തിനു വേണ്ടിയാണ് അള്ളാഹ് ഭൂമിയിൽ മരങ്ങളെ മുളപ്പിച്ചത്, എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ലി മനാഫിൽ ഇൻസാനി വൽ ഹയവാനാത്ത്, മനുഷ്യർക്കും മൃഗങ്ങൾക്കൊക്കെ ഉപകാരം ഉണ്ടാകാൻ വേണ്ടി. മൻ യുംബിത്തുൽ അഷ്ജാറ വൽ അഗ്റാസ, മൻ യുംബിത്തു, ആരാണ് മുളപ്പിക്കുന്നത്, അൽ അഷ്ജാറ വൽ അഗ്റാസ, ചെടികളും മരങ്ങളൊക്കെ സൃഷ്ടിച്ചവൻ അല്ലെങ്കിൽ മുളപ്പിക്കുന്നത് ആരാണ്? എന്താ ഉത്തരം? യുംബിത്തുല്ലാഹുൽ അഷ്ജാറ വൽ അഗ്റാസ്, ആരാണ്? അള്ളാഹു. അടുത്ത ചോദ്യം, മാഹിയ വലീഫത്തുൽ അഷ്ജാരി ഫിൽ അർള്, ഭൂമിയിൽ മരങ്ങളുടെ ജോലി എന്താണ്? എന്താണ് ജോലി? നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് പഠിച്ചിട്ടില്ലേ? വഹിയ തൻഷുറുല്ല വയബ്ഖൽ ജവ്വു മുഅതദിലൻ വൽ മാഉ നഖിയൻ വത്തുറാബു ഖസിബൻ എന്നൊക്കെ ആര് പറയുന്നുണ്ട്? മരം അവസാനം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ജോലിയാണ്, മരത്തിൻ്റെ ജോലിയാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് നോട്ടിലേക്ക് എഴുതാം. ഇനി അതിനുശേഷം ഒരു ഹദീസ് കാണാം, മരം വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് നോക്കാം. അത് അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇൻ ഖാമത്തി സ്സാഅതു വഫി യദി അഹദിക്കും ഫസീല, ഇൻ ഖാമത്തി സ്സാഅ വഫി യദി അഹദിക്കും ഫസീല, ഫസീല എന്ന് പറഞ്ഞാൽ തൈ, ഒരു തൈ, വൃക്ഷത്തൈക്കാണ് ഫസീല എന്ന് പറയുന്നത്. നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ നടാനുള്ള വൃക്ഷത്തൈ ഉണ്ടായിരിക്കെ ഫൈനിസ്തതാ അൻ ലാ തഖൂമ സ്സാഅ ഹത്താ യഗ്രിസഹ ഫൽയഫൽ, ആ സന്ദർഭത്തിൽ അന്ത്യനാൾ സംഭവിക്കുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞാൽ നിങ്ങളെ ഒരാളെ കയ്യിൽ നടാൻ വേണ്ടി കയ്യിൽ തൈയുണ്ട്, വൃക്ഷത്തൈയുണ്ട്, ആ സമയത്താണ് ഖിയാമത്ത് നാൾ, അന്ത്യനാൾ സംഭവിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് നടും വരെ അന്ത്യനാൾ സംഭവിക്കാതിരിക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ അപ്രകാരം ചെയ്യട്ടെ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം?
ഖിയാമത്ത് നാളെ അടുത്തെന്ന് വിചാരിക്കുക. ഒരാളെ കയ്യിൽ ഒരു വൃക്ഷത്തൈയുണ്ട്. ഏതായാലും നമ്മൾ ലോകം നശിച്ചു പോകാൻ പോവുകയാണ്. ഇനി വൃക്ഷം നട്ടാലും ചെടി നട്ട് കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല എന്നറിയാം. അങ്ങനെയുള്ളൊരു അവസരത്തിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? അയാളുടെ കയ്യിലുള്ള ആ ചെടി നടട്ടെ, അപ്രകാരം അയാൾ ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രാധാന്യം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്രയും നല്ല പ്രാധാന്യം ഇസ്ലാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന്, അതുപോലെ പ്രകൃതി സംരക്ഷണത്തിനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് പറഞ്ഞത് ഏതായാലും നശിച്ചു പോവുകയല്ലേ എന്ന് വിചാരിച്ച് കളയരുത്. അതിന് പകരം ഖിയാമത്ത് നാളടുത്ത് എല്ലാ ലോകം മുഴുവൻ നശിക്കാൻ പോകുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ആ ചെടി അവിടെ നടട്ടെ, ആ മരം അവിടെ നടട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ ആലോചിച്ച് നോക്കിയേ എത്രമാത്രമാണ്. പ്രകൃതി സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യത നമുക്കില്ലേ? അപ്പോൾ നമ്മൾ നടുന്ന ഓരോ ചെടികളും വൃക്ഷത്തൈകളും ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതിൻ്റേതായ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി, അതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെല്ലാം മുന്നിട്ട് ഇറങ്ങണം ഇൻഷാ അല്ലാഹ്. പിന്നെ അതിൻ്റെ ബാക്കി 32ാമത്തെ പേജിൽ ഹയ്യാ നുനാക്കിഷ് എന്ന് കാണാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ചർച്ച ചെയ്യാം. എന്താണ് പറയുന്നത്? നുനാക്കിഷു സുബുല ലി മുകാഫഹത്തിൽ ഇൻജിറാഫി വൽ ഇൻഹിയാറിൽ അർളി ബിസ്തിഖ്ദാമിൻ നിഖാത്തി താലിയ വനുഐദ് മുദക്കിറത്തൻ. എന്താ പറയുന്നത്? നമുക്ക് നുനാക്കിഷു സുബുല എന്ത് ചർച്ച ചെയ്യാം? മാർഗങ്ങളെപ്പറ്റി നമുക്ക്, സബീലിൻ്റെ ജമാണ് സുബുൽ, മാർഗങ്ങളെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ലി മുകാഫഹത്തിൽ ഇൻജിറാഫി, മണ്ണൊലിപ്പാണ് ഇൻജിറാഫ് എന്ന് പറഞ്ഞാൽ. മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ വൽ ഇൻഹിയാറിൽ അർളി, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയാറില്ലേ, അതിൻ്റെ ഒക്കെ ഉരുൾപൊട്ടുന്നതിനും പിന്നെ അതിനെതിരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന്, അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ബിസ്തിഖ്ദാമിൻ നിഖാത്തി താലിയ, താഴെ കൊടുത്തിരിക്കുന്ന പോയിന്റുകളുടെ സഹായത്തോടു കൂടി. അപ്പം നുഐദ് മുദക്കിറത്തൻ, അതിനുശേഷം നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കാം എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന നിഖാത്തുകൾ എന്തൊക്കെയാണ്? അത്തഷ്ജീർ, ഫോറസ്ട്രേഷൻ അല്ലേ, വനവൽക്കരണമാണ്, അതൊരു പോയിന്റ്. അത്തൗഇയ, അവെയർനെസ്, ബോധവൽക്കരണം. അൻ നവാഫ, ഹൈജീൻ, ശുചിത്വം. അൽ ബ്രൂത്തൂക്കൂൾ അൽ അഖ്ലർ, ഗ്രീൻ പ്രോട്ടോക്കോൾ, ഹരിത പെരുമാറ്റച്ചട്ടം എന്നൊക്കെ പറയാം, ഗ്രീൻ പ്രോട്ടോക്കോൾ. അത്തനവ ഉൽ ബയോളജി, ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന മുദക്കിറയിൽ ഈ പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു മുദക്കിറ തയ്യാറാക്കാമെന്നാണ് പറയുന്നത്. നമുക്കൊരു മുദക്കിറ തയ്യാറാക്കി നോക്കാം. അസ്സുബുലു ലി മുകാഫത്തിൽ ഇൻജിറാഫി വൽ ഇൻഹിയാറിൽ അർളി തസ്ദാദുൽ യൗമ അൽ കവാരിസ മിഥ്ലൽ ഫൈലാനാത്ത് വൽ ഇൻഹിയാറിൽ അർള്. തസ്ദാദുൽ യൗം, സാദ എന്ന് പറഞ്ഞാൽ അധികരിച്ചു എന്നാണ് അല്ലേ. തസ്ദാദുൽ യൗം, ഇന്ന് അധികരിച്ചു വരികയാണ്. അൽ കവാരിസ്, ദുരന്തങ്ങൾ. മിഥ്ലൽ ഫൈലാനാത്ത്, വെള്ളപ്പൊക്കം പോലുള്ള ദുരന്തങ്ങൾ അധികരിച്ചു വരികയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൽ ഇൻഹിയാറിൽ അർളി, അതുപോലെ മണ്ണിടിച്ചിലുകളൊക്കെ, അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ കൂടി വരികയാണ്. വൽ ഇൻജിറാഫി, ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മണ്ണൊലിപ്പൊക്കെ, അങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. വമിൻ അസ്ബാബിഹ, അതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടത് എന്തൊക്കെയാണ്? ജർഫുർ റിമാൽ, എന്താണ്? പുഴയിൽ മണൽ അമിതമായി ഊറ്റിയെടുക്കുക. അതുപോലെ റദ്മുൽ ഹുക്കൂലി, അതുപോലെ വയൽ നികത്തൽ, റദ്മുൽ ഹുക്കൂൽ, ഹക്കൽ ഹുക്കൂൽ, വയൽ നികത്തുക. അതുപോലെ ഇത്ലാഫിൽ അഷ്ജാർ, മരങ്ങൾ നശിപ്പിക്കുക. വൽ ജിബാൽ, അതുപോലെ കുന്നുകൾ ഇടിക്കുക, കുന്നുകളും മരങ്ങളൊക്കെ നശിപ്പിക്കുക. വൽ ഇഅ്തിദാഅതി അല ത്വബീഅ, അതുപോലെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റം, നമ്മൾ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ, ഈ ദുരന്തങ്ങൾ വരുന്നതിൻ്റെ കാരണങ്ങൾ. ഫയമൂത്തു അൽ ആലാഫ്, അങ്ങനെ ആയിരങ്ങൾ, ആലാഫ്
മരിച്ചു പോകുന്നു. വയുശരിദു അൽ ആഖറൂൻ, അതുപോലെ മറ്റുള്ളവർ ഭവനരഹിതരാകുന്നു, വീടില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെ വയഹ്ലിക്കു അൽ ഹർസ വൽ സർ, കൃഷിയും രണ്ടും ഒന്ന് തന്നെ. ഹർസ് സർ എന്ന് പറഞ്ഞാൽ കൃഷിയിടങ്ങൾ നശിച്ചു പോകുന്നു. മാഹിയൽ ഹൽ, എന്താണ് ഇതിനുള്ള സൊല്യൂഷൻ, പരിഹാരം എന്താണ്, എന്തൊക്കെയാണ്? അവലൻ, ആദ്യമായി എന്ത് ചെയ്യണം? അലൈന അൻ നഖൂമ ബി തൗഇയത്തിൻ നാസ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അൻ നഖൂമ ബി തൗഇയത്തിൻ നാസ്, ജനങ്ങളെ ബോധവൽക്കരിക്കണം, തൗഇയത്ത് നൽകണം. ലിദ്ദൽ ഇഅ്തിദാഅത്തി അല ത്വബീഅ, പ്രകൃതിക്ക് നേരെയുള്ള കടന്നുകയറ്റം, അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യണം? ബോധവൽക്കരണം നടത്തണം. വ ഇസാലാത്തിൽ ഗാബാത്തി, അതുപോലെ വന നശീകരണത്തിനെതിരെ ഒക്കെ നമ്മൾ ബോധവൽക്കരണം നടത്തണം. വക്കമ നഖൂമ ബി തശ്ജീർ, അതുപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യണം? നഖൂമ ബി തശ്ജീർ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. വൽ ഹിഫാലു അൽ ബ്രൂത്തോക്കോൾ അൽ അഖ്ദർ, അതുപോലെ ഗ്രീൻ പ്രോട്ടോക്കോൾ, ഹരിത പെരുമാറ്റച്ചട്ടം നമ്മൾ സംരക്ഷിക്കണം, സൂക്ഷിക്കണം. അങ്ങനെ പറയുന്നത് നമ്മൾ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുമ്പോൾ നമുക്ക് തന്നെയാണ് നാശം വരിക. അപ്പോൾ ഈ പ്രോട്ടോക്കോളൊക്കെ നമ്മൾ അനുസരിക്കണം. വ തനവ്വുൽ ബയോളജിയ, അതുപോലെ ജൈവ വൈവിധ്യങ്ങൾ, ബയോഡൈവേഴ്സിറ്റി. അങ്ങനെ പറഞ്ഞാൽ ഈ ഭൂമിയിൽ മരങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വ്യത്യസ്ത തരങ്ങളായ ജീവികൾക്കൊക്കെ ജീവിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ വനങ്ങൾ നശിപ്പിക്കുമ്പോൾ, മരങ്ങൾ നശിപ്പിക്കുമ്പോൾ, പ്രകൃതി നശിപ്പിക്കുമ്പോൾ ഒരുപാട് ജീവികൾ ഇല്ലാതായി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വൽ എഹ്തിമാമു ബി സ്വദാഖത്തു അൽ ബി എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുടെ അതിൻ്റെ സത്ത, അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള പരിസ്ഥിതി നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളണം. ഇന്ത അമാലിൽ ബിന, എപ്പോൾ? നമ്മളെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ, നമ്മളെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുമ്പോൾ, വീടെടുക്കുമ്പോൾ, അതുപോലെ ബിൽഡിങ്ങുകൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.